പലപ്പോഴും ഭക്തർ പരാതിയായിട്ടോ സങ്കടമായിട്ടോ പറയുന്നൊരു കാര്യമാണ്, തിരുമേനി എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഈശ്വര കടാക്ഷം കിട്ടുന്നില്ല, വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഒന്നുമില്ല, എന്നെന്നും പ്രശ്നങ്ങളാണ് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയും, തിരുമേനി എൻ്റെ പ്രാർത്ഥനയ്ക്ക് നല്ല ഗുണമുണ്ട്, എൻ്റെ വീട്ടിൽ ഈശ്വരാധീനം നന്നായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്, നല്ല ലക്ഷ്മി വാസമുള്ള വീടാണിത് എന്നൊക്കെ ചിലരും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി വാസമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാം? ചിലപ്പോൾ നമുക്ക് ചില കഷ്ടപ്പാടുകളൊക്കെ വന്നു കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ലക്ഷ്മി വാസം ഇല്ല എന്ന്. അങ്ങനെയാണോ? മനുഷ്യ ജീവിതമാകുമ്പോൾ കഷ്ടപ്പാടുകളെല്ലാം ചിലപ്പോഴും ഉണ്ടായിക്കൊണ്ടൊക്കെ ഇരിക്കും, അത് മാറിയും തിരിച്ചും വന്നുകൊണ്ടൊക്കെ ഇരിക്കും എന്ന് വിചാരിച്ച് ഒരു വീട്ടിൽ ലക്ഷ്മി വാസമില്ല എന്ന് കരുതുന്നത് തെറ്റാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചില നിമിത്തങ്ങൾ, ചില അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മറ്റാരും പറയാതെ തന്നെ നമുക്ക് വീട്ടിൽ ആ ലക്ഷ്മി സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അനുഭവേദ്യമായി എന്ന് നിങ്ങളിതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കണം. നിങ്ങളുടെ ആ ലക്ഷ്മി വാസത്തിൻ്റെ തെളിവുകൾ നിങ്ങളൊന്ന് കുറിച്ചിടണം. നമസ്കാരം, ഞാൻ ഹരിചന്ദന മഠം RJ. അപ്പോൾ ലക്ഷ്മി കടാക്ഷത്തെക്കുറിച്ച്, ഒരു വീട്ടിലെ ലക്ഷ്മി സാന്നിധ്യത്തെക്കുറിച്ചാണല്ലോ നാം പറഞ്ഞു വരുന്നത്. അപ്പോൾ ലക്ഷ്മി ആരാണ്? ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ദേവത, വിഷ്ണുപത്നി എന്നൊക്കെയുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ലക്ഷ്മി എന്ന് പറയുന്ന ആ സാന്നിധ്യമാണ് നമുക്ക് ലക്ഷ്യത്തെ കൊണ്ടുവരുന്നത്. ലക്ഷ്യമുള്ളവർക്ക് ലക്ഷ്മിയുണ്ട്. ലക്ഷ്യം എന്ന വേടിൻ്റെ ഒരു പൂർത്തീകരണമാണ് ലക്ഷ്മി എന്നുള്ളത് തന്നെ. അതായത് ഒരാൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് തനിക്ക് ഇന്നതായി മാറണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് നേടണം എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് അയാൾ സഞ്ചരിക്കാൻ തയ്യാറാണ്, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ ഒരുക്കമാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ദേവതകളെ, ഉപാസനാമൂർത്തികളെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ അയാളുടെ കൂടെ അയാളുടെ സന്തത സഹചാരിയായിട്ട് ഉണ്ടായി വരുന്നതാണ് ലക്ഷ്മി എന്ന് പറയുന്നത്, ലക്ഷ്യത്തെ കാട്ടിത്തരുന്നവൾ എന്നുള്ള അർത്ഥം. ഒരു വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത് ആ വീട്ടിലുള്ളവർ പരമാവധി മടിയന്മാരും ഉദാസീനരും ആകാതിരിക്കുക എന്നുള്ളതാണ്. ലക്ഷ്മി വാസമുള്ള ഒരു വീട്ടിലും മടിയന്മാരും ഉദാസീനക്കാരും കാണില്ല. കാരണം എന്താണ്? ഇതിനെയെല്ലാം മാറ്റി ലക്ഷ്യത്തെ കാട്ടിത്തരുന്ന ഒരാളാണ് ലക്ഷ്മി. നിങ്ങളിൽ പൊതുവിൽ മടിയും ഉദാസീനതയും മാറ്റിവെക്കലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ലക്ഷ്മി ഉണ്ടാവില്ല. ഫസ്റ്റ് തെളിവിതാണ്. അതിനപ്പുറം പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാ കാര്യത്തിലും മാറ്റിവെക്കുക, അല്ലെങ്കിൽ പിന്നീടൊരിക്കലാകട്ടെ എന്ന് കരുതി മാറി നിൽക്കുക, ഇതൊക്കെ ലക്ഷ്മി വാസം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. നമ്മുടെ ഒരു വീട്ടിൽ ലക്ഷ്മി വാസം കുറയുന്നു അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാനുള്ള 10 തരം തെളിവുകളെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇപ്പോൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ലൈക്ക് അനിവാര്യമാണ്. ലക്ഷ്മി വാസമുള്ള ഒരു വീടിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ സന്ധ്യാദീപം, രാവിലേക്കും വൈകുന്നേരവും നമ്മൾ തെളിയിക്കുന്ന സന്ധ്യാദീപങ്ങൾ. രാവിലെ സന്ധ്യ എന്നാണ് പറയുന്നത് കേട്ടോ, വൈകുന്നേരം സന്ധ്യ. എല്ലാവരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വൈകുന്നേരം മാത്രമാണ് സന്ധ്യ എന്ന് കേട്ടോ. 3 സന്ധ്യയുള്ള ഒന്ന് തന്നെയാണ് രാവിലത്തെ സന്ധ്യ. ആ സമയത്ത് നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നല്ല ശുഭമായിട്ടുള്ള നാളം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. ഒരു പൊട്ടലുമില്ല, ചീറ്റലുമില്ല. വളരെ ശാന്തവും എന്നാൽ ഊർജ്ജസ്വലതയുള്ളതുമായ നാളം. അങ്ങനെയാണ് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ കാണപ്പെടുന്നതെങ്കിൽ അത് ശുഭത്വമാണ്. മാത്രമല്ല ആ വീട്ടിൽ ലക്ഷ്മി വാസം നന്നേയുണ്ടെന്ന് പറയാം. ഇനി ഈ നാളം മോശപ്പെടാൻ ചില കാരണങ്ങളും കൂടെ ഉണ്ട്, അത് നമ്മൾ ഒഴിവാക്കണം. ഈ നമ്മൾ നിലവിളക്ക് കഴുകിയിട്ട് നേരാമണ്ണം തുടയ്ക്കാണ്ട് കൊണ്ടുവന്ന് വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ ആ തിരിയിൽ വെള്ളം
കൂടി പറ്റിച്ചേർന്നിട്ട് അത് പൊട്ടും, ചീറ്റലുണ്ടാവും. മാത്രമല്ല ഈ ഉപയോഗിക്കുന്ന എണ്ണ കുറഞ്ഞ ഏതെങ്കിലും മോശപ്പെട്ട എണ്ണയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കലർപ്പ് കൊണ്ടും നാളത്തിന് പൊട്ടലും ചീറ്റലും ഉണ്ടാകാം, കരി കൂടുതലുണ്ടാകാം, ശുഭത്വമില്ലാതായി കാണപ്പെടാം, പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് തീനാളം ഇറങ്ങിപ്പോകുന്നതായിട്ടൊക്കെ കാണാം. അതിനെ നമ്മൾക്കിവിടെ കണക്കൂട്ടാൻ പറ്റില്ല. നിങ്ങൾ നല്ലതായ എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് വിളക്കൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ വിളക്കിന് നാളത്തിന് പൊട്ടലുണ്ടാവുക, ചീറ്റലുണ്ടാവുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിലാണ് അത് ഈശ്വരാധീനം അഥവാ ലക്ഷ്മി വാസം കുറയുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ശുഭത്വമുള്ള നാളം നിങ്ങൾക്ക് ലഭ്യമാകുന്നെങ്കിൽ അവിടെ ലക്ഷ്മി വാസത്തിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ്. രണ്ടാമത്, നിലവിളക്ക് തെളിയിച്ച് വയ്ക്കുന്ന ആ സമയമുണ്ടല്ലോ, ഈ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും നമ്മൾ തെളിയിച്ച് വയ്ക്കുമ്പോഴുണ്ടാകുന്ന ചില നിമിത്തങ്ങളെ അവിടെ എടുക്കേണ്ടി വരും. പ്രധാനമായിട്ടും നിലവിളക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായ ചുമ്മാ ഓരിയിടുക. നമ്മളെ വീട്ടിലെ നായ ആവാം, അടുത്തുള്ള വീട്ടിലെ നായ ആവാം. അതിങ്ങനെ ഓരിയിടുന്നത് അശുഭ ലക്ഷണം കാണിക്കണം. വിളക്കിനി നന്നായിട്ട് ഭദ്രമായിട്ട് തെളിഞ്ഞു നിന്നാൽ പോലും ഇത് തുടർച്ചയായിട്ട് ഒരു ദിവസം ആയാലല്ല, പല വട്ടം നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നായ ഓരിയിടുന്നത് കേൾക്കുന്നത് വളരെ മോശപ്പെട്ടതാണ്. മാത്രമല്ല നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് മറ്റൊരു മതത്തിലെ ആരാധനാലയത്തിൽ നിന്ന് ആ സമയത്ത് തന്നെ അവിടുത്തെ ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ട ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുക. അവരുടെ പ്രയർ ഉണ്ടാവുമല്ലോ, അത്തരം പ്രയറുകൾ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന ആ സമയത്ത് ഉണ്ടാവുക. ചിലപ്പോൾ അവരുടെ പ്രയർ സമയത്ത് നമ്മൾ നിലവിളക്ക് തെളിയിച്ചിട്ട് അതിനെ കുറ്റം പറയാൻ പാടില്ല. പകരം നമ്മൾ എപ്പോഴും നിലവിളക്ക് തെളിയിക്കുമ്പോഴും അപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദം അങ്ങനെയുള്ളത് ഒന്നും വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഈശ്വരാധീനം അഥവാ ലക്ഷ്മി കടാക്ഷം കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു തെളിവാണ്. എന്നാൽ ഈ സമയത്ത് ശംഖനാദം ഉയർന്നു കേൾക്കുന്നു, ഹൈന്ദവ ദേവാരാധനാലയങ്ങളിൽ നിന്നുള്ള ഗാനങ്ങൾ കേൾക്കുന്നു, ഓടക്കുഴലിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല ലക്ഷ്മി വാസം ഉണ്ടെന്നാണ് സൂചന. മാത്രമല്ല ഈ സമയത്ത് ചിലങ്ക, കൊലുസ് ഇവയൊക്കെ കിലുങ്ങുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ലക്ഷണമാണ്. ഇതെല്ലാം ഈശ്വരാധീനത്തെ കൂടുതലായിട്ടുണ്ട് എന്ന് കാണിക്കുന്ന, ലക്ഷ്മിവാസം കൂടുതലായിട്ടുണ്ട് എന്ന് കാണിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് പൂജാമുറിയിൽ നിന്ന് നാണയങ്ങൾ കിട്ടുക എന്നുള്ളത്. പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത്, തിരുമേനി എൻ്റെ വീട്ടിൽ എന്തോ ദോഷമുണ്ട് കേട്ടോ, എനിക്ക് വീട്ടിൻ്റെ പൂജാമുറിയുടെ സ്ഥാനത്ത് ആരോ നാണയം കൊണ്ടിട്ടതുപോലെ തോന്നുന്നു, ഒരുപാട് നാണയങ്ങൾ കിടക്കുന്നു, ആരെങ്കിലും ക്ഷുദ്രം ചെയ്തുകൊണ്ടൊന്ന് വലിച്ചെറിഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട്. പലപ്പോഴും ഇതൊന്നുമല്ല കാര്യം. നിങ്ങളുടെ പൂജാമുറിക്കകത്ത് നിങ്ങളുടെ ആ സ്ഥാനത്ത് നിങ്ങളറിയാതെ ഒന്ന് രണ്ട് നാണയങ്ങളൊക്കെ ലക്ഷണമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, അല്ല വീട്ടിൻ്റെ പരിസരങ്ങളിൽ വലിച്ചെറിയുന്നതല്ല പറയുന്നത്, വീട്ടിനകത്ത് നിങ്ങളുടെ പൂജാമുറി ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ നിലവിളക്കിൻ്റെ പരിസരങ്ങളിൽ നാണയങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈശ്വരാധീനത്തിൻ്റെ ലക്ഷണമാണ്. ദൈവിക കടാക്ഷം അവിടെയുണ്ട്. ഭഗവതി ലക്ഷ്മി ദേവി നിങ്ങളുടെ കുടുംബത്തിൽ പ്രീതികരമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള സൂചനയാണ്. ഈ നാണയങ്ങൾ കിട്ടിയാൽ നമ്മളതിനെ എടുത്ത് ഒരു മാസം പരമാവധി സൂക്ഷിച്ചിട്ട് ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടുപോയി അവിടുത്തെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ് ഏറെ ഉത്തമം. നാലാമത്തെ കാര്യം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ പശു വിളിക്കുക, പശുവിൻ്റെ ശബ്ദമുണ്ടല്ലോ, അത് കേൾക്കുന്നത് ഈശ്വരാധീനം വളരെ ഉത്തമമായ രീതിയിൽ നമുക്കുണ്ട് എന്ന സൂചനയാണ്. പശുവിൻ്റെയും കുട്ടിയുടെയൊക്കെ അമ്മയെന്നുള്ള വിളി കേൾക്കാൻ എന്ത് രസമാണല്ലേ. അതിങ്ങനെ വിളിക്കുന്നത് ഒരു വീട്ടിൻ്റെ ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് കേൾക്കുന്നത് ഏറെ ഉത്തമമാണ്. എന്നാൽ നമ്മൾ വൈകുന്നേര സമയത്ത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ കോഴി ഉച്ചത്തിൽ കൂവുന്നത് അത്ര ശുഭകരമല്ല. ഈശ്വരാധീനത്തിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട്, ലക്ഷ്മി വാസത്തിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട്. രാവിലെ കോഴിക്ക് കൂവാം, അത് കുഴപ്പമില്ല. രാവിലെ വെളുപ്പാങ്കാലത്ത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ കോഴി കൂവുന്നത് കുഴപ്പമില്ല. പക്ഷെ വൈകുന്നേരം നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന ആ സമയത്തൊക്കെ കോഴിയൊക്കെ കൂട്ടിനകത്ത് കയറുന്നതാണ്. അപ്പോഴും കോഴി ഉച്ചത്തിൽ കൂവുന്നത് അത്ര കണ്ട് ശുഭകരമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഈ സമയത്ത് നല്ല മണിനാദമൊക്കെ കേൾക്കുന്നത്, സൈക്കിളിൽ ഈ ഐസ്ക്രീം കൊണ്ടുപോകുന്ന മണിനാദമോ മറ്റൊന്നുമല്ല, ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള മണിനാദം, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് വളരെ ഉത്തമമാണ്, ഈശ്വരാധീനത്തിൻ്റെ സൂചനയാണ്. അഞ്ചാമത്തെ കാര്യം, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റേതാണോ അല്ലെങ്കിൽ
തുമ്പപ്പൂവിൻ്റേതാണോ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റേതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഗന്ധം നമ്മുടെ വീട്ടിൽ നിറഞ്ഞേക്കുക. ഒരു കാര്യമുണ്ട്, നമ്മളൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള ചന്ദനത്തിരി തെളിയിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ഗന്ധത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നിങ്ങളവിടെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം അവിടെ വരുന്നു. തൊട്ടടുത്തുള്ള നമ്മുടെ വീട്ടിൽ മുല്ലപ്പൂ നട്ടു വളർത്തി അത് പൂത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഗന്ധം സ്വാഭാവികമായിട്ട് വരും. അങ്ങനെ ഒന്നുമില്ലാതെ, അത്തരം സാഹചര്യങ്ങളൊന്നുമില്ലാതെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം നമ്മുടെ വീട്ടിൽ വന്ന് നിറയുകയാണെങ്കിൽ, താമരപ്പൂവിൻ്റെ ഗന്ധം വന്ന് നിറയുക, നിശ്ചയമായിട്ടും ഭഗവതിയുടെ ആ കടന്നുപോക്ക് നമുക്കവിടെ കാണാം. ഭഗവതി നമ്മളെ വീട്ടിനുള്ളിൽ ഇങ്ങനെ പ്രസന്നവതിയായിട്ട് അങ്ങനെ ഉലാത്തുന്ന, അല്ലെങ്കിൽ അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ഗന്ധം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പൂച്ച പ്രസവിക്കുക എന്നുള്ളതാണ്. പൂച്ച വന്നു കയറി, എവിടെന്നോ വന്നു കയറിയിട്ട് വേണമെങ്കിൽ പ്രസവിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു പൂച്ച തന്നെ പ്രസവിക്കുക. ലക്ഷ്മിവാസം കൂടുതലുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് പൂച്ചയുടെ ഈ പ്രസവം എന്ന് പറയുന്നത്. അത് വന്നു കയറി പ്രസവിക്കുകയാണെങ്കിൽ പ്രത്യക്ഷമായ ഈശ്വരവിലാസത്തിൻ്റെ സൂചനയും കൂടിയാണ്. ഏഴാമത്തെ കാര്യം, തിരികെ കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ധനം ഒരാൾ കൊണ്ടുവന്ന് തിരിച്ച് തരിക. വെച്ചോളൂ, എനിക്ക് കുറച്ച് തടസ്സമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ധനം തരിക. അല്ലെങ്കിൽ സന്ധ്യാനേരത്ത് ഒരാൾ നമുക്ക് ധനവുമായിട്ട് വരിക, രാവിലെ സമയത്ത് ധനവുമായിട്ട് വരിക. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ലക്ഷ്മിവാസം കൂടി വരുന്നതിൻ്റെ സൂചനയാണ്. എട്ടാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിലോ ഉള്ള ഒരാൾ എന്തോ കാരണം കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ അയാളുടെ പിണക്കമൊക്കെ അയാൾ മറന്നു, പിണക്കം മാറ്റി നമ്മളടുത്തേക്ക് കടന്നു വരുന്നത് നമ്മുടെ വീട്ടിൽ ലക്ഷ്മിവാസം നന്നായിട്ടുള്ളതിൻ്റെ ലക്ഷണമാണ്. ഒൻപതാമത്തെ കാര്യം, ഉണങ്ങിപ്പോയി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ചെടി, അത് ചിലപ്പം തുളസിത്തറയിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് ഉദ്യാനത്തിൽ, നമ്മുടെ ചെറിയ പൂന്തോട്ടം ഉണ്ടല്ലോ വീട്ടുമുറ്റത്ത്, അവിടെ ഒരു ചെടി ഇങ്ങനെ ഉണങ്ങിപ്പോയി നമ്മൾ കരുതി അതിനെ പിഴുതെറിയാമെന്ന് വിചാരിച്ചിരുന്നപ്പം അതിൽ നിന്ന് പുതിയ നാമ്പുകൾ മുളയിട്ട് അത് രക്ഷപ്പെട്ടു വരുന്നത്, ആ ചെടി വീണ്ടും തളിരിടുന്നത് നമ്മുടെ വീട്ടിലെ കൃത്യമായ ലക്ഷ്മിവാസത്തിൻ്റെ സൂചനയാണ്. എന്നാൽ ഒരു കാരണമില്ലാതെ തുടർച്ചയായിട്ട് തുളസി ചെടി പോലുള്ളതൊക്കെ ഉണങ്ങി പോകുന്നത് ലക്ഷ്മിവാസം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണവും കൂടിയാണ്. പത്താമത്തെ കാര്യം, നമ്മൾ സന്ധ്യാസമയത്തോ രാവിലെ സമയത്തോ ആരെങ്കിലും നമുക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം, അത് നിവേദ്യമാവാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ട് വന്നു, എന്താ പ്രസാദം എന്ന് പറഞ്ഞ് നമ്മുടെ പരിചയത്തിലുള്ള ബന്ധുജനം ഒരാൾ കൊണ്ടുവന്ന് നൽകുന്നത്, പ്രസാദം ലഭ്യമാകുക എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിനകത്തേക്ക് തന്നെ കൊണ്ടുവന്ന് തരിക എന്ന് പറയുന്നത് ഈശ്വരവിലാസത്തിൻ്റെ ലക്ഷണമാണ്. അത് ഏറെ ഗുണകരമാണ്. നിലവിളക്കൊക്കെ തെളിയിച്ച് വെച്ചിരിക്കുന്ന സമയത്താണ് കൊണ്ടു നൽകുന്നതെങ്കിൽ ലക്ഷ്മി കടാക്ഷം അത്രമേലുണ്ടെന്ന് ഉറപ്പിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടെന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിലപ്പുറം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാരണങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. ഇതറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു അസ്ട്രോളജറുടെ അടുത്തൊന്നും പോകണ്ട, നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സൂചന. ഇനിയിപ്പം ഇത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും ലക്ഷ്മിവാസം ഇല്ലെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ ചിലത് നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ലക്ഷ്മിവാസത്തിൻ്റെ കുറവിന് പല കാരണങ്ങളുണ്ട്. ആ കാരണത്തെ ഒന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു ആസ്ട്രോളജറെ സമീപിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇനി ലക്ഷ്മിവാസം കുറഞ്ഞു പോയാൽ നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ലക്ഷ്മിവാസം കുറവുള്ളവരും ഇനിയിപ്പോൾ ലക്ഷ്മിവാസം ഉള്ളവരും ജപിക്കേണ്ടുന്ന മന്ത്രം, അത് ഒരു 8 തവണ നിത്യേന പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ്. ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല ആ മന്ത്രം എഴുതി കാണിക്കുകയും കൂടെ ചെയ്യാം. ഓം ഹ്രീം മഹാലക്ഷ്മി അഷ്ടൈശ്വര്യപ്രദായിനി സർവബാധാ വിനിർമുക്തേ പ്രസീദ ദേവി പരമാംബികാം. ഈ മന്ത്രം 18 തവണ നമ്മൾ ഡെയിലി ജപിക്കണം. വീട്ടിലെ ഈശ്വരാധീനം വർദ്ധിച്ചു വരാൻ ഇതിലപ്പുറം വേറൊരു മാർഗ്ഗമില്ല. വളരെ നന്നാണ്. ഇത് ജപിച്ച് തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ഈശ്വരാധീനം കുറഞ്ഞു വയ്ക്കുന്നതൊക്കെ ഭംഗിയാമണ്ണായി വരും. പിന്നെ അത് ജപിക്കുമ്പോൾ താമരപ്പൂവിലിരിക്കുന്ന ഭഗവതിയെ മനസ്സിൽ കണ്ടു വേണം ജപിക്കാൻ.
ഇത് ജപിക്കുമ്പോൾ ഒരു തുളസിയില കയ്യിൽ വെച്ച് ജപിച്ചിട്ട് അത് അവസാനം നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷം ആ തുളസിയില കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. നല്ല ക്ലീനാക്കിയ തുളസിയില ആയിരിക്കണം, കഴുകി വൃത്തിയാക്കിയതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് കഴിക്കുന്നത് നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമമായിട്ട് കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം. വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതൊരിക്കലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഇപ്പം കുറച്ച് കാലത്തേക്ക് ഇതിൽ ജോയിൻ ചെയ്യുന്നത് വളരെ സൗജന്യമായിരിക്കും. പിന്നീട് വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ ചെറിയൊരു പേയ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യിക്കുന്ന കാര്യം. ആ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരുന്നതാണ്. മാത്രമല്ല ഇപ്പോഴും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഗുണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പിറന്നാളിന് ഇവിടെ നടക്കുന്ന ചില അർച്ചന പുഷ്പാഞ്ജലികളിലൊക്കെ നിങ്ങളെ പങ്കുകൊള്ളിക്കാൻ കഴിയും. അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിലും ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ നിങ്ങളിൽ ചിലർ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ചില കാരണങ്ങളാൽ ആ ചാനൽ ഇപ്പോൾ മാറിയിട്ട് പുതിയൊരു ചാനലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യമുണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം അത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പദ്ധതികളിൽ ചില പൂജാ പദ്ധതികളിൽ നിങ്ങളെ ആഡ് ചെയ്യിക്കാൻ പറ്റും, പ്രാർത്ഥനകളിൽ ആഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതങ്ങനെ നോട്ട് ചെയ്തിട്ടാൽ 1 മാസം അങ്ങനെ നമ്മളിവിടുത്തെ പൂജാ പദ്ധതികളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. പിന്നെ കൂടുതൽ കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും നിങ്ങളുടെ വയസ്സൊക്കെ രേഖപ്പെടുത്തിയാൽ മതി. തുടർച്ചയായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ അപ്പോൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം RJR ഹരിചന്ദന മഠം.